ഹാപ്പി ന്യൂ ഇയർ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. പുതുവർഷം നല്ലതായിട്ടിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഈ വർഷത്തെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ ആദ്യത്തെ വീഡിയോ ഇടുമ്പം നമുക്കൊരു സ്വീറ്റ് റെസിപ്പി തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ പെട്ടെന്ന് നോക്കിയപ്പം ഇവിടെ ജവ്വരിയേ ഉള്ളായിരുന്നു. അപ്പോൾ ജവ്വരി വെച്ച് നമുക്കൊരു ഡെസേർട്ട് എങ്ങനെയാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. അധികം സാധനങ്ങളൊന്നും വേണ്ട. ഇൻസ്റ്റൻ്റായിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മൊത്തം സ്കിപ്പ് ചെയ്യാതെ കാണും. കണ്ടു കഴിഞ്ഞ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഞാൻ ആഴ്ചയിൽ 4 ദിവസമാണ് വീഡിയോ ഇടുന്നത്. തിങ്കളാഴ്ച കുക്കിങ്ങും, ബുധനാഴ്ച ഗാർഡനിങ്ങും, വെള്ളിയാഴ്ച ക്രാഫ്റ്റ്, അതിനകത്ത് സ്റ്റിച്ചിങ്ങും ക്രോക്കറ്റും ഡിസ്പോസിബിൾ ഐറ്റം കൊണ്ടും ക്രാഫ്റ്റാണ്. ആദ്യം നമുക്ക് 1 കപ്പ് ജവ്വരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1 കപ്പിന് ഒരു 3 കപ്പ് വെള്ളമാണ് നമ്മൾ ഒഴിച്ച് കുക്കറിൽ വെച്ച് ഞാൻ വേവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട് ചെയ്യുന്ന റെസിപ്പിയല്ലേ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് വേവിച്ചെടുക്കാം. 1 വിസിലടിച്ചാൽ മതിയായിരിക്കും, നല്ലപോലെ വെന്ത് കിട്ടും. അപ്പോൾ ഇത് കണ്ടോ, നല്ലപോലെ വെന്തിട്ടുണ്ട്. നമ്മൾ കുക്കറിൽ വെക്കുമ്പോൾ വലിയ കുക്കറിൽ വെച്ചാൽ 1 വിസിൽ മതിയായിരിക്കും. ചെറിയ കുക്കറിലാണെങ്കിൽ പെട്ടെന്ന് വേഗത്തില്ല, അതുകൊണ്ടാണ് 1 വിസിൽ മതിയായിരിക്കും എന്ന് പറഞ്ഞ്. നമ്മൾ ഇനി ഒരു പാൻ വെച്ചിട്ട് അതിനകത്ത് 1 സ്പൂൺ നെയ്യാണ് ചേർക്കുന്നത്. അധികം നെയ്യൊന്നും ചേർക്കണ്ട, നമുക്ക് ശകലം ചേർത്താൽ മതി. എന്ന് വെച്ചാൽ പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ മാത്രം. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ജവ്വരി അതിൻ്റെ കൂടെ ഇട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ 1 കപ്പ് ജവ്വരിക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് മിനിമം പഞ്ചസാരയാണ്. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു 3/4 കപ്പ് പഞ്ചസാര എടുത്താൽ മതിയായിരിക്കും. പഞ്ചസാരയ്ക്ക് പകരം ബ്രൗൺ ഷുഗറോ ശർക്കരയോ ആണേലും നല്ലതാണ്. ഫ്ലേവറിന് ഏലക്കായും ചേർക്കാൻ ഞാൻ വനില എസൻസാണ് 1 സ്പൂൺ ചേർത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. പഞ്ചസാര അലിഞ്ഞ് അത് വെള്ളമായി പിന്നെ അത് പറ്റി വരണം. അപ്പോൾ കൈയെടുക്കാതെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. ഇതിൻ്റെ കൂടെ ഇത് വൈറ്റായിട്ടിരിക്കുന്നതിന് ഫുഡ് കളർ ഞാൻ ചേർക്കുന്നുണ്ട്. ഫുഡ് കളർ ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഒരു ശകലം മഞ്ഞൾപ്പൊടി ചേർത്താലും മതിയായിരിക്കും. എന്ന് വെച്ചാൽ പ്ലെയിനായിട്ടിരിക്കുന്നതിനേക്കാളും ഇച്ചിരി കളറായിട്ടിരിക്കുമ്പം പിള്ളേർക്ക് ഒത്തിരി ഇഷ്ടപ്പെടും, അതുകൊണ്ടാണ്. ഇതിൻ്റെ കൂടെ മിൽക്ക് മെയ്ഡും കൂടെ ഉണ്ടെങ്കിൽ ആഡ് ചെയ്താൽ നല്ല ടേസ്റ്റിയാണ്. ഇതുപോലെ നല്ലപോലെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഇതുപോലെ നല്ല ടൈറ്റായിട്ടുണ്ട്. പാത്രത്തിൽ നിന്ന് ഒട്ടാതെ ഇങ്ങനെ ഇളകി വരണം. അങ്ങനെ വരുമ്പോൾ ഹലുവയുടെ പരുവം ആയെന്നാണ്. ഇത് നമുക്കിനി ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. ഇതിൻ്റെ മേലിൽ ഗാർണിഷിന് വേണ്ടി നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സാണ് സാധാ ഇടുന്നത്. ഞാൻ ഒരു ഡിഫറെൻ്റായിട്ട് ജവ്വരി ആയതുകൊണ്ട് അതിൻ്റെ മേലിൽ ബിസ്ക്കറ്റാണ് പൊടിച്ചിടുന്നത്. നമ്മൾ സാധാ ആരറൂട്ട് ബിസ്ക്കറ്റാണ്. അത് പൊടിച്ച് ഇടുമ്പം അതിനൊരു ഡിഫറെൻറ്റ് ടേസ്റ്റുമാണ്. ഒരു ജെല്ലിയുടെ ഒരു ഫ്ലേവറിലാണ് വരുന്നത്. അപ്പം ഇത് കൂടെ ബിസ്ക്കറ്റ് കൂടെ ഇടുമ്പോൾ നല്ല ടേസ്റ്റിയാണ്. അപ്പം ജവ്വരി നമ്മൾ പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലിൽ നമ്മൾ ബിസ്ക്കറ്റിൻ്റെ ക്രംസ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കാണാൻ നല്ല ഒരു യൂണിക്കായിട്ട് നല്ല ഒരു ലുക്കില്ലേ, നല്ല ടേസ്റ്റിയുമാണ്. ഇത് നല്ലപോലെ ചൂടാറിക്കഴിഞ്ഞ് തണുപ്പ് കഴിക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇച്ചിരി തണുത്ത് കഴിഞ്ഞിട്ട് എടുത്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണ്. ഇച്ചിരി തണുപ്പ് പോയി കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടി ഷേപ്പാക്കി പീസസാക്കി എടുത്താൽ മതി. ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോൾ നല്ലപോലെ അത് തണുത്ത് നല്ല ടേസ്റ്റിയുമാണ്. ഈ ക്ലൈമറ്റിന് കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. ഫ്രിഡ്ജിൽ വെക്കാതെയാണ് അത് ചൂടാറിക്കഴിഞ്ഞപ്പം പീസസാക്കി ചെറിയ പീസായിട്ട് ചെറിയ ചൂടോടെയാണ് ഞങ്ങൾ കഴിച്ചത്. അത് ഇഷ്ടമായതുകൊണ്ട്. അത് ഇഷ്ടമില്ലാത്തവർക്ക് നല്ല തണുത്ത് കഴിഞ്ഞ് ഇച്ചിരി ഫ്രിഡ്ജിൽ വെച്ച് നല്ല കൂളായി കഴിഞ്ഞ് കഴിച്ചാലും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.